തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചനയുണ്ടെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവരണമെന്നും സുനിൽകുമാർ. എന്നാൽ അജിത് കുമാർ അതിൽ പങ്കുണ്ടോ എന്നറിയില്ല എന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പൊ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ അതിന്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ സത്യസ്ഥിതി പുറത്തു വരട്ടെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അതിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ. കൂടുതൽ മനോജ് ചേരുകയാണ്. മനോജ്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ഗൂഢാലോചന ഉണ്ടായി, പോലീസ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് വി.എസ്. സുനിൽകുമാറിന്റെ, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സുനിൽകുമാറിന്റെ ഭാഗത്തിനുമുണ്ടായത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസിന്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് ഉള്ള കാര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണം എന്നാണ് ഉയർന്ന ആവശ്യം. ഇതിൽ തന്നെ പൂരം കലക്കാൻ നേതൃത്വം നൽകിയതിൽ ആരായാലും അവർ പുറത്തു വരണമെന്നും ഈ പൂരം അലങ്കോലപ്പെടുത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇതിൽ പങ്കുള്ളത്. അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുറത്തു വരണമെന്നുള്ള കാര്യമാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. ഇതിൽ 5 മാസം കഴിഞ്ഞിട്ടും ഈ മുഖ്യമന്ത്രി റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തു വിടണമെന്നും ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെയാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലും പോലീസിന് വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ തൃശൂർ പൂരം നടന്ന ആ സമയത്ത് തന്നെ മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ചടങ്ങ്, അതുപോലെ തന്നെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ഭംഗം വരുത്തുവാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടെന്നാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്നറിയില്ല എന്നും സുനിൽകുമാർ പറഞ്ഞു വെക്കുമ്പോൾ ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത്. അത് തന്നെയാണ് ശ്രീ പി.സി. ജോർജ് അല്പസമയം മുമ്പ് ആവർത്തിച്ചത്. ഏതായാലും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള CP നേതാവ് കൂടിയായിട്ടുള്ള വി.എസ്. സുനിൽകുമാറാണ് പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസിൻ്റെ ഗൂഢാലോചന നടത്തിയെന്നുള്ള തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ആഭ്യന്തര വകുപ്പ് തന്നെയാണ് പ്രതിക്കൂട്ടിലാകുന്നത്. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ അജിത് കുമാറിനടക്കം പങ്കുണ്ട് എന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു ഈ പൂരവുമായി ബന്ധപ്പെട്ട് ദേവസ്വം അധികാരികളടക്കം, പുരപ്രേമികളടക്കം, വിശ്വാസികളടക്കം ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് സർക്കാർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാവുകയാണ്. ആ റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഉന്നതരിലേക്ക്, ഭരണപക്ഷത്തിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടപ്പെടുമെന്നതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്ത് വിടാത്തത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് മറനീക്കി പുറത്തു വരുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന നടത്തിയെന്നാണ് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ. മനോജ് തുടരുകയാണ്. മനോജ്, അല്പസമയം മുമ്പ് ശ്രീ പി.സി. ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിലടക്കം നമ്മൾ കൂടുതൽ അത് അടുത്ത് മനസ്സിലാക്കിയതുമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിനെതിരെയുള്ള ഇടപെടലുകളും എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് സുനിൽകുമാറിൻ്റെ, മുൻമന്ത്രി കൂടിയായിട്ടുള്ള CPIയുടെ മുതിർന്ന
നേതാവ് കൂടിയായിട്ടുള്ള സുനിൽകുമാറിന്റെ ഭാഗത്തിനും ഉണ്ടായിക്കഴിഞ്ഞതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരത്തിന് നടന്ന സംഭവ വികാസങ്ങൾ അതൊക്കെ തന്നെ വലിയ തരത്തിൽ ഒരു ജനവികാരം ഉണ്ടാക്കിയിരുന്നു. ഈ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മുൻ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് 5 മാസമായിട്ടും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഈ പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ള കാര്യം അറിയണമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് അവരൊക്കെ തന്നെ പുറത്തു വരണമെന്നുള്ള കാര്യമാണ് VS സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. അന്നത്തെ കമ്മീഷണറായിട്ടുള്ള അങ്കീഷ് അശോകനാണ് അവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവിടെ എത്തിയ പൂരപ്രേമികളോടും അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാരോടും അടക്കം മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ പല ചടങ്ങുകൾക്കും ഇടയിൽ അനാവശ്യ ഇടപെടൽ നടത്തി പലതരത്തിലുള്ള ഭംഗങ്ങൾ വരുത്തുവാൻ ഈ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പകുതിയിൽ നിർത്തേണ്ട സാഹചര്യം ഒരുക്കിയത്. ഇതൊക്കെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചന, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരെല്ലാം വരണമെന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ എത്രയും വേഗം റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള കാര്യമാണ് VS സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. മനോജ്, ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ അത് മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ പുറത്തു വിടാതിരിക്കുന്നു എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. അത് ഭരണത്തിൻ്റെ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള സന്ദേഹമുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് സുനിൽകുമാർ പറയാതെ തന്നെ പറയുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിൽ തന്നെ VS സുനിൽകുമാർ ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ തൃശ്ശൂർക്കാരനും അതോടൊപ്പം തന്നെ മലയാളികൾക്കും പുറത്തുനിന്ന് എത്തുന്ന വിദേശികൾക്കുൾപ്പെടെ വലിയ തരത്തിലുള്ള ഒരു വികാരം തന്നെയാണ്. ആ വികാരത്തെയാണ് ഇത്തരത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തിക്കൊണ്ട് അതിനെ തകർക്കുവാൻ ശ്രമിച്ചത്. ഇതിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ പിന്നീട് ഉയർന്നിരുന്നു. അതിനുശേഷം പോലീസിനെതിരെ നടപടി ഉണ്ടാകുന്നു. പിന്നീട് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതാണ് ഇപ്പോൾ ചർച്ചയായി വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ആവശ്യം ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാർ ആണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഈ സർക്കാരിനെതിരെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഉയർന്നു വരുന്നത്. കാരണം എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള കാര്യം എന്തായാലും 1 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് അത് നൽകിയോ അതിന്റെ പിന്നീടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് VS സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. മനോജ്, ഒരു കാര്യം കൂടി, ഇദ്ദേഹം MR അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് പങ്കുണ്ടോ എന്നത് അറിയില്ല എന്ന് പറയുമ്പോൾ MR അജിത് കുമാറിൻ്റെ പേരും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനമുണ്ടായിരുന്നു. PV അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമായി സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജ് പറഞ്ഞതുപോലെ തന്നെ MR അജിത് കുമാറിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ ആധാരമാകുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലും ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അതിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ VS സുനിൽകുമാർ തന്നെ പുറത്തു പറയുന്നത്. ഇതിൽ തന്നെ അന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെയും ഒക്കെ ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ഇത്തരത്തിലുള്ള ഈ ഹൈന്ദവ ആചാരങ്ങളെ അതോടൊപ്പം തന്നെ മറ്റ് ഈ ചടങ്ങുകളൊക്കെ തന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെ ഉയർന്നിരുന്നു. എന്നാലും അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയത് ഇതുമായി അനുബന്ധിച്ചാണോ എന്നുള്ള കാര്യം അന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ മുൻ മന്ത്രി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരത്തെ തകർക്കുവാൻ ശ്രമിച്ചിരുന്നു. അത് സാധാരണയായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ പോലീസ് നടത്തിയിട്ടുള്ള ഇടപെടലെല്ലാം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് VS സുനിൽകുമാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.